ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ UPSC ജേണി. ലക്ഷ്മികാന്തിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. പൊളിറ്റി പഠിക്കുന്ന മിക്ക ആസ്പിരൻസിനും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് എത്ര ദിവസം കൊണ്ട് ലക്ഷ്മികാന്ത് കവർ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഞാനൊരു 45 ഡേയ്സ് കൊണ്ടാണ് ലക്ഷ്മികാന്ത് കവർ ചെയ്തത്. ലക്ഷ്മികാന്തിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞതിന് ശേഷം +1 NCERT ടെക്സ്റ്റായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് വർക്കുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുന്നത് ഒരുപാട് ടേംസ് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റിൽ ഏകദേശം ഒരു 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതൊന്ന് വായിക്കുക, എന്നിട്ട് റിവൈസ് ചെയ്യുക. അതിനുശേഷം മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ലക്ഷ്മികാന്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ചാപ്റ്ററായി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ ആവശ്യമുണ്ടെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു റെക്കമെൻഡേഷൻ മുന്നോട്ട് വയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ ചാപ്റ്ററും വന്നിട്ടുള്ളത്. ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ ഡിമാൻഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1934 ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ് എന്നൊരാശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനായ MN റോയ് ആയിരുന്നു. 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടു. അതിനോടനുബന്ധിച്ച് തന്നെ 1938 ജവഹർലാൽ നെഹ്റു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണെന്നും അത് രൂപീകരിക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയെ അഡൽട്ട് ഫ്രാഞ്ചൈസിലൂടെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം എന്തിനെ തുടർന്നായിരുന്നു? 1940 ഓഗസ്റ്റ് ഓഫർ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയെ രൂപീകരിക്കണമെന്ന ആവശ്യത്തോടനുബന്ധിച്ചായിരുന്നു ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ 1942 ക്യാബിനറ്റ് അംഗമായിട്ടുള്ള സർ സ്റ്റഫോർഡ് ക്രിപ്സ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒരു പ്രൊപ്പോസൽ നിർദ്ദേശമായിട്ട് ഇന്ത്യയിലേക്ക് എത്തി. അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം രൂപീകരിക്കപ്പെടേണ്ടിയിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രൊപ്പോസൽ മുസ്ലിം ലീഗ് റിജക്റ്റ് ചെയ്യുകയും ഒരു സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ റിജക്ഷൻ നടന്നതോടുകൂടി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുകയും മുസ്ലിം ലീഗിനെ ഏറെക്കുറെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലൊരു സ്കീം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെയായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നോക്കാം. 1946 നവംബറിൽ ക്യാബിനറ്റ് മിഷൻ പ്ലാനിലൂടെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതിനെ കുറച്ച് ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 ആയിരുന്നു. ഇതിൽ 296 സീറ്റുകളും ബ്രിട്ടീഷ് ഇന്ത്യക്കും 93 സീറ്റുകൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനും ആയിരുന്നു. അപ്പോൾ ഇതിൽ ഓരോ പ്രൊവിൻസസിനും പ്രിൻസ്ലി സ്റ്റേറ്റിനും അവരുടെ ജനസംഖ്യയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സീറ്റുകൾ അനുവദിച്ചു കൊടുക്കുകയുണ്ടായി. ഓരോ ബ്രിട്ടീഷ് പ്രൊവിൻസസിനും അനുവദിച്ച സീറ്റുകൾ അവരുടെ ജനസംഖ്യയുടെ ആനുപാതികമായിട്ട് 3 പ്രധാന സമുദായങ്ങളായിട്ട് വിഭജിക്കുകയുണ്ടായി. അതിങ്ങനെ 3 പ്രിൻസിപ്പൽ കമ്മ്യൂണിറ്റീസ് ആയിരുന്നു: മുസ്ലിം, സിഖ് ആൻഡ് ജനറൽ. പിന്നെ എന്താണ്, പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ റിപ്രസെൻറ്റേറ്റീവ്സിനെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ ഹെഡുകളായിട്ടുള്ള തലവന്മാർ തന്നെയായിരുന്നു നോമിനേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് പാർട്ട്ലി ഇലക്റ്റഡ് ആൻഡ് പാർട്ട്ലി നോമിനേറ്റഡ് ബോഡി ആയിരിക്കണം എന്നത് വ്യക്തമാണ് ഇവിടെ. ഇനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1946 ഡിസംബർ 9 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടത്തിയിരുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് ഇത് ബോയ്ക്കോട്ട് ചെയ്യുകയും പാകിസ്ഥാൻ എന്നൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള രാഷ്ട്രം വേണമെന്ന് ഡിമാൻഡ് ചെയ്യുകയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 211 അംഗങ്ങൾ മാത്രമാണ് ഫസ്റ്റ് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മീറ്റിങ്ങിൽ ഫ്രഞ്ച് പ്രാക്ടീസ് അനുസരിച്ച് അസംബ്ലിയിലെ ടെമ്പററി പ്രസിഡൻ്റായിട്ട് ഏറ്റവും പ്രായം കൂടിയ അംഗമായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തു. പിന്നെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അസംബ്ലിയിലെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുപോലെ തന്നെ HC മുഖർജിയെയും VT കൃഷ്ണമാചാരിയെയും അസംബ്ലിയിലെ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഈ ഒരു ഫസ്റ്റ് മീറ്റിങ്ങിന് ശേഷം 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഹിസ്റ്റോറിക് ആയിട്ടുള്ള കുറച്ച് റെസൊല്യൂഷൻസ് പാസ്സാക്കുകയുണ്ടായി.
ഭരണഘടനയുടെ ഫണ്ടമെൻ്റലും അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ആയിരുന്നു പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ റെസൊല്യൂഷൻസിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് ഇന്ത്യയെ ഒരു ഇൻഡിപെൻഡൻറ്റ് സോവറിനും റിപ്പബ്ലിക്കും ആക്കാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിലേക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമുണ്ട് എന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടെറിട്ടറീസും ഇന്ത്യൻ സ്റ്റേറ്റ്സുകളും ഇനി ഇന്ത്യക്ക് പുറമേയുള്ള ടെറിട്ടറീസും ഒരുമിച്ച് ചേർന്ന് ഒരു യൂണിയനായിട്ട് ഫോം ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ സെപ്പറേഷൻസ് നടക്കുമ്പോൾ ആരൊക്കെ ഇന്ത്യയുടെ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ട് യൂണിയനായിട്ട് മാറുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഇന്ത്യയിലേക്ക് വന്ന് ചേരാവുന്നതാണ്. അങ്ങനെ ചേരുമ്പോൾ എന്താണ് അവർക്ക് ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള പവർ കിട്ടും. പക്ഷേ കേന്ദ്രം പറയുന്ന ചില കാര്യങ്ങളിൽ മാത്രം അധികാരം ഉണ്ടായിരിക്കില്ല. പിന്നെ എന്താണ് ഈ ടെറിട്ടറീസിന് അവരുടെ ബൗണ്ടറീസ് ഇപ്പോൾ ഉള്ള ബൗണ്ടറീസ് നിലനിർത്തുകയോ അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തീരുമാനിക്കുന്നത് പോലെയുള്ള ബൗണ്ടറീസുമായിട്ട് മുന്നോട്ട് പോവുകയോ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കുകയും അവർക്ക് എല്ലാ അവസരങ്ങളിലും തുല്യത ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ഈ റെസൊല്യൂഷൻസിൽ പറയുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ സിറ്റിസൺസിൻ്റെ അവകാശങ്ങളായ ചിന്ത, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, കൂട്ടായ പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം നമ്മുടെ ലോസിനും പബ്ലിക് മൊറാലിറ്റിക്കും ഒക്കെ വിധേയമായിട്ടുണ്ടാകും. പിന്നെ എന്താണ് ഒരുപാട് മൈനോറിറ്റീസ്, ബാക്ക്വേർഡ് ആൻഡ് ട്രൈബൽ ഏരിയാസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്താണ് ആഡിക്വേറ്റ് ആയിട്ടുള്ള അതായത് ആവശ്യമുള്ള സംരക്ഷണം നൽകുകയാണ് ഈ റെസൊല്യൂഷൻസിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. ഇതുവഴി രാജ്യത്തിൻ്റെ ടെറിട്ടറീസിലെ സമഗ്രതയും കരയിലും കടലിലും വായുവിലും ഒക്കെയുള്ള പരമാധികാര അവകാശങ്ങളും അതിൻ്റെ നിയമങ്ങളും ഒക്കെ എപ്പോഴും നിലനിർത്തണം എന്നുകൂടിയാണ് ഇവിടെ പറയുന്നത്. ഇനി ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു അംബീഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ പീസ് ആൻഡ് വെൽഫെയർ ആണ്. അങ്ങനെ ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ഈ റെസൊല്യൂഷൻസ് അഡോപ്റ്റ് ചെയ്യുന്നത് അസംബ്ലിയാണ്. ജാനുവരി 22, 1947 അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു സോൾ എന്ന് പറയുന്നതാണ് പ്രിയാമ്പിളിനെ കുറിച്ച് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആക്ട് നോക്കാം. ഈ ഒരു ആക്ടിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിന്ന് മുന്നേ വിട്ടു നിന്നിരുന്ന പ്രൊവിൻസസ് എല്ലാം, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എല്ലാം പിന്നെയും വന്ന് ചേരുകയും മുസ്ലിം ലീഗും ഒക്കെ വന്ന് ചേരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരുപാട് ചേഞ്ചസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട 3 ചേഞ്ചസ് ആണ് ഇവിടെ പറയുന്നത്. ഈ ആക്ടോടനുബന്ധിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ ഒരു പരമാധികാര ബോഡിയാക്കി മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനിഷ്ടമുള്ള ഏത് ഭരണഘടനയും രൂപപ്പെടുത്താൻ കഴിയും. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഉണ്ടാക്കിയ ഏതൊരു നിയമവും അസാധുവാക്കാനോ മാറ്റാനോ ഈ നിയമം അസംബ്ലിക്ക് അധികാരം നൽകുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് അസംബ്ലി ഇവിടെ ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ട് മാറുകയാണ്. അപ്പോഴെന്താണ് 2 സെപ്പറേറ്റ് ഫങ്ഷൻസ് ആണ് ഇതിന് കൊടുക്കുന്നത്. അതിൽ ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുമ്പോൾ ഓർഡിനറി ലോസും രാജ്യത്തിന് വേണ്ടി നിർമ്മിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്താണ് അസംബ്ലി ആയിരിക്കും ആദ്യത്തെ, അതായത് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെയും ഇവിടെ എന്ത് സംഭവിക്കുന്നു? മുസ്ലിം ലീഗ് അംഗങ്ങൾ, അതായത് പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയുടെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിന്ന് പിന്മാറുകയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ക്യാബിനറ്റ് മിഷന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു 1946. അതിൽ 389 നിന്ന് നിയമസഭയുടെ അംഗബലം, അതായത് ടോട്ടൽ സ്ട്രെങ്ത് എന്താണ് 299 കുറയുകയാണ്. അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റിലെ ടോട്ടൽ സ്ട്രെങ്തും എന്താണ് 93 നിന്നും 70 കുറയുകയും ചെയ്തു. ഇനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചെയ്ത് കുറച്ച് ഫങ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിലും ഓർഡിനറി ലോസ് ഒക്കെ നിർമ്മിക്കുന്നതിലും പുറമെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കുറച്ച് പ്രവർത്തനങ്ങളും കൂടി നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1949 മെയ്യിൽ കോമൺവെൽത്തിൽ ഇന്ത്യയുടെ അംഗത്വം അംഗീകരിച്ചു. നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് ജൂലൈ 22, 1947. നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്തത് ജാനുവരി 24, 1950. നാഷണൽ സോങ് അഡോപ്റ്റ് ചെയ്തത് ജാനുവരി 24, 1950.
ഓർത്ത് വയ്ക്കുക, നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും സെയിം ഡേ ആണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് ഇന്ത്യയിലെ, നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്യപ്പെടുന്നത്. അത് ജാനുവരി 24, 1950 അതുപോലെ തന്നെ 1950 ജനുവരി 24 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 60ഓളം കൺട്രീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഒരു 114 ഡേയ്സ് എടുത്തു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫൈനൽ സെഷൻ നടക്കുന്നത് 1950 ജാനുവരി 24 അന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 64 lakh ആണ്. ഒരു പാർലമെൻറ്റ് നിർമ്മിക്കുന്നത് വരെ, അതായത് ഒരു റെഗുലർ പാർലമെൻറ്റ് നിർമ്മിക്കുന്നത് വരെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു പ്രൊവിഷണൽ പാർലമെൻ്റ് ആയിട്ട് തുടരാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിൻ്റെ എല്ലാ സിറ്റിങ്സും കഴിഞ്ഞ് ജാനുവരി 26 ഒഫീഷ്യലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തതായിട്ട് ഡിക്ലെയർ ചെയ്യാണ്. ഇതായിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ കുറച്ച് മേജർ ആൻഡ് മൈനർ കമ്മിറ്റീസ് നോക്കാം. ടോട്ടലി 22 കമ്മിറ്റീസോളം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുണ്ട്. അതിൽ 8 മേജർ കമ്മിറ്റീസും 14 മൈനർ കമ്മിറ്റീസുമാണ്. ആദ്യത്തെ മേജർ കമ്മിറ്റീസിലെ ആദ്യത്തെ 8 കമ്മിറ്റീസുകൾ നോക്കാം. അത് ചുമതലപ്പെടുത്തിയിരിക്കുന്നതും ആരൊക്കെയാണെന്ന് നോക്കാം. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ, അഡ്വൈസറി കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സ്റ്റേറ്റ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി നമുക്ക് മൈനർ കമ്മിറ്റീസ് നോക്കാം. ഫിനാൻഷ്യൽ സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഹൗസ് കമ്മിറ്റി അല്ലാദി കൃഷ്ണസ്വാമി, ക്രിഡൻഷ്യൽ കമ്മിറ്റി B പട്ടാഭി സീതാരാമയ്യ, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഡോക്ടർ KM മുൻഷി, അഡോക് കമ്മിറ്റി ഓൺ ദ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, കമ്മിറ്റി ഓൺ ദ ഫംഗ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി GV മാവാലങ്കർ, അഡോക് കമ്മിറ്റി ഓൺ ദ സുപ്രീം കോർട്ട് S വരദാചാരി, അസംബ്ലി മെമ്പർ അല്ല. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് B പട്ടാഭി സീതാരാമയ്യ, എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ആൻഡ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാർ, ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ SK ധാർ, സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ജവഹർലാൽ നെഹ്റു, പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ, അഡോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് S വരദാചാരി. ഇങ്ങനെ മേജർ ആൻഡ് മൈനർ കമ്മിറ്റീസ് രൂപീകരിക്കാൻ കാരണം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ഒരുപാട് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. ഈ കമ്മിറ്റീസ് എല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. ടോട്ടലി 22 കമ്മിറ്റീസ് ആണുള്ളത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത കമ്മിറ്റീനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. മെയിനായിട്ട് 7 മെമ്പേഴ്സ് ആയിരുന്നു ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ചെയർമാൻ. മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് N ഗോപാലസ്വാമി അയ്യങ്കർ, അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സെയ്ദ് മുഹമ്മദ് സാദുള്ള, N മാധവ് റാവു, TT കൃഷ്ണമാചാരി. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. 1948 ഫെബ്രുവരിയിലായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റ് അസംബ്ലിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് റീഡിംഗ് നടന്നത് 1948 നവംബർ 4 അത് കഴിഞ്ഞ് 5ാമത്തെ ദിവസം, അതായത് നവംബർ 9, 1948 അത് പബ്ലിക് ആയിട്ടുള്ള ഒരു ഡിസ്കഷനും മുന്നോട്ട് വെക്കുകയും പിന്നീട് സെക്കൻഡ് റീഡിങ്ങിന് അത് പബ്ലിക് റിവ്യൂവിന് വേണ്ടിയിട്ട് ചർച്ചയ്ക്ക് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഡ്രാഫ്റ്റിൻ്റെ തേർഡ് റീഡിംഗ് നടന്നത് 1949 നവംബറിലായിരുന്നു. അങ്ങനെ നിയമസഭ അംഗീകരിച്ച ഈ ഒരു ഭരണഘടന പാസ്സാക്കണമെന്ന ആവശ്യത്തോടെ ഡോക്ടർ BR അംബേദ്കർ ഒരു പ്രമേയം അസംബ്ലിയിൽ അവതരിപ്പിച്ചു. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിൻ്റെ പ്രമേയം 1949 നവംബർ 26 പാസ്സാക്കിയതായി പ്രഖ്യാപിക്കുകയും നിയമസഭയിൽ ആകെയുള്ള 299 അംഗങ്ങളിൽ 284 പേര് മാത്രമാണ് അന്ന് അസംബ്ലിയിൽ ഹാജരാകുകയും ഭരണഘടനയിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഭരണഘടന രൂപീകരിക്കുകയും അത് നിയമമാക്കുകയും അത് ജനങ്ങൾക്ക് നൽകുകയും ചെയ്ത ഒരു ഡേറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ജാനുവരി 26, 1915 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നവംബർ 26, 1949 മെയിനായിട്ട് ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂസും പ്രിൻസിപ്പിൾസും ആണ് പറയുന്നത്.
പ്രിയാമ്പിൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് നേരെ വന്ന് കുറച്ച് ക്രിറ്റിസിംസ് ഡിസ്കസ് ചെയ്യാം. അതായത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു റെപ്രസെൻറ്റേറ്റീവ് ബോഡി അല്ല എന്നുള്ളതാണ്. കാരണമായിട്ട് പറയുന്നത് ഇതിലെ മെമ്പേഴ്സിനെ ഡയറക്റ്റ്ലി ഇലക്ട് ചെയ്തതാണ്. അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ ബേസിസിലായിരുന്നില്ല ഇതിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു സോവറിൻ ബോഡി അല്ല എന്നുള്ളതാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുകയും അസംബ്ലി നടത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻസ് ചോദിക്കുകയും ഉണ്ടായി. പിന്നെ പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഇതിലെ മിക്ക മെമ്പേഴ്സും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ളവരായിരുന്നു എന്നതായിരുന്നു പിന്നീടുള്ള ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഒരുപാട് പൊളിറ്റീഷ്യൻസിന് ഡോമിനേഷൻ ഉണ്ടായിരുന്നു. സാധാരണക്കാരുടെ ഒരു റെപ്രസെൻറ്റേഷൻ അതിൽ കുറവാണെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, ഹിന്ദുസിൻ്റെ ഡോമിനേഷൻ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ചാപ്റ്റർ കഴിയാണ്. ഇനി നമുക്ക് സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ക്ലാസ് ആയിരിക്കും. ഇതിന് നോട്ട്സ് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.